ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. മലയാളത്തിൽ ഒത്തിരി മികച്ച സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ട് വരാം. മലയാളത്തിലെ ആദ്യത്തെ 3D ആനിമേഷൻ ലൈവ് ആക്ഷൻ 3D മൂവി എത്താൻ പോവുകയാണ്. ലവ്ലി. ദിലീഷ് കരുണാകരനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ, ഡാത്തടിയ, ഇടുക്കി ഗോൾഡ് ഈ സിനിമകളുടെ എല്ലാം കോ റൈറ്ററായ ഠമാർ പടാറിന്റെ സംവിധായകനാണ് ദിലീഷ് കരുണാകരൻ. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആഷിഖ് അബു ആണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം ചെയ്തേക്കുന്നത്. അദ്ദേഹം ആദ്യമായി ഛായാഗ്രഹണം ചെയ്ത സിനിമയും ലവ്ലിയാണ്. റിലീസായത് റൈഫിൾ ക്ലബ് ആണെങ്കിലും അദ്ദേഹം ആദ്യമായി ഛായാഗ്രഹണം ചെയ്തത് ലവ്ലിക്ക് വേണ്ടിയിട്ടാണ്. ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു വിജയാണ്. ഈ സിനിമയുടെ നായക കഥാപാത്രത്തിൽ എത്തുന്നത് മാത്യൂസ് ആവുമ്പോൾ നായിക കഥാപാത്രത്തിൽ എത്തുന്നത് ഈച്ചയാണ്. അതെ, ഈച്ചയാണ് ഈ സിനിമയുടെ നായിക. നമ്മളെല്ലാം രാജമൗലിയുടെ ഈഗ സിനിമ കണ്ടതാണ്. അപ്പോൾ അതിൽ നായകനായിരുന്നു ഈച്ച. അപ്പോൾ ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായിക ഈച്ചയാവുമ്പോൾ നമുക്കത് മികച്ചതായി തോന്നണമെങ്കിൽ രാജമൗലിയേക്കാൾ മികച്ചൊരു ദൃശ്യാനുഭവം നമുക്ക് നൽകണം. ഒരു 3D സിനിമ എന്ന രീതിയിലും ഒരു ലൈവ് ആക്ഷൻ 3D, ഒരു ഹൈബ്രിഡ് ആനിമേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മികച്ച ഒരു ദൃശ്യവിസ്മയം നമുക്ക് ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാം. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ക്രൈം ത്രില്ലർ ബേസ് വരുന്ന സിനിമയാണ്. കൂർഗിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. 2017 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുങ്ങുന്നത്. ഷാജി മാറടത്താണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. റോഷൻ മാത്യു നായകനാവുന്ന സിനിമയിൽ പ്രശസ്ത അവതാരികയായ ശ്രുതി മേനോനാണ് നായികയാവുന്നത്. വാവ് സിനിമയുടെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. മറ്റൊരു മികച്ച ക്രൈം ത്രില്ലർ പത്മകുമാറിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ജോസഫ്, മാമാങ്കം, പത്താം വളവ് എന്നീ മികച്ച സിനിമകൾ നമുക്കായി ഒരുക്കിയ എം പത്മകുമാറിന്റെ മറ്റൊരു മികച്ച സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. വയലൻസ് 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 വയലൻസിന് അവസാനമില്ല. മാർക്കോയുടെ അത്യുജ്വല വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മറ്റൊരു വയലൻസ് സിനിമ എത്തുകയാണ്, കാട്ടാളൻ. ആന്റണി പെപ്പയാണ് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത്. നവാഗത സംവിധായകനായ പോൾ ജോർജ് ആണ് ഈ സിനിമ ഒരുക്കുന്നത്. ഈ സിനിമയുടെ 2ാമത്തെ ടൈറ്റിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാർക്കോയെ പോലെ തന്നെ ഇരുട്ടും വയലൻസും നിറഞ്ഞ ബ്ലഡ് ഷെഡുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാർക്കോയുടെ വിജയമായിരിക്കാം വീണ്ടും ഒരു വയലൻസ് സിനിമ ചെയ്യാനായി ഷരീഫ് മുഹമ്മദിനെ പ്രേരിപ്പിക്കുന്നത്. സോ നമുക്ക് മറ്റൊരു വയലൻസ് സിനിമയ്ക്കായി, കാട്ടാളനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ദ്രജിത് സുകുമാരൻ നായകനാവുന്ന ധീരം സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം. ജിതിൻ ടി സുരേഷാണ് ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും. നവാഗത സംവിധായകനാണ് അദ്ദേഹം. 5 കള്ളക്കൊക്കാൻ, പാലോട്ടി എന്നീ സിനിമകളിൽ മ്യൂസിക് ചെയ്ത് ശ്രദ്ധേയനായ മണികണ്ഠൻ അയ്യപ്പയാണ് ഈ ചിത്രത്തിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കുന്നത്. ഒരു ഫുൾ ആൻഡ് ഫുൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ധീരം. അപ്പോൾ ഇന്ദ്രജിത്തിൽ നിന്നും മറ്റൊരു മികച്ച സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മറ്റൊരു ചിത്രം പെണ്ണ് കേസ്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥയാണ് ഒരുക്കിയിരിക്കുന്നത്. E4 എന്റർടൈൻമെന്റും ലണ്ടൻ ടോക്കീസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. രമേശ് പിഷാരി അടക്കം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇത്രയും സിനിമകളുടെ കൂട്ടത്തിൽ ഒരു ഫീമെയിൽ ലീഡ് വരുന്ന ചിത്രമാണ് പെണ്ണ് കേസ്. ഇത്രയും മികച്ച സിനിമകളാണ് മലയാളത്തിൽ വരാനായി അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിൽ ഏതൊക്കെ വിജയിക്കും, ഏതൊക്കെ പരാജയപ്പെടും എന്ന് ഒരു പ്രേക്ഷകനായി നമുക്കെല്ലാവർക്കും കണ്ടറിയാം.